സ്റ്റാഫിനോടും മറ്റുള്ളവരോടുള്ള ചാട്ടേ ഉള്ളൂ അവൾക്ക്. ഇതുപോലുള്ള സിറ്റുവേഷനിൽ നിന്ന് അവള് പിന്മാറേണ്ടതാ. എനിക്കും അതാ സംശയം മോനെ. ഞാനത് ചാരുമോളോട് പറയായിരുന്നു. മോളെ, നീ ഞങ്ങളോട് കള്ളം പറയില്ല എന്നറിയാം. എന്നാലും മനസ്സിലെ സംശയത്തിനൊരു ഉത്തരം വേണമല്ലോ. പറ, സത്യത്തിൽ എന്താ ഉണ്ടായത് കാക്കോത്തി? ഞാൻ പറഞ്ഞില്ലേ, ശ്രേയ സ്വന്തം ശരീരം നോവുന്ന തരത്തിലോ ഒന്നും ചെയ്യില്ല. ഇത് ചെയ്തത് കാക്കോത്തിയാണെന്ന് എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. പഴയ കളരിക്കാരിയും കബഡി പ്ലെയറൊക്കെ അല്ലേ. നിനക്കെ അവരെ കീഴ്പ്പെടുത്തി മലർത്തിയിടാൻ പറ്റുമെന്ന് എനിക്കറിയാം. വാഗമണിലെ റിസോർട്ടിൽ വെച്ച് ശ്രേയയുടെ കയ്യിൽ നീ ഒരു പിടുത്തം പിടിച്ചില്ലേ? അവൾക്കത് നന്നായിട്ട് വേദനിച്ചു. പക്ഷെ ശ്രേയ അത് പുറത്ത് കാണിച്ചില്ല. നിന്റെ ബലത്തെപ്പറ്റിയും ആത്മധൈര്യത്തെപ്പറ്റിയും എനിക്കറിയാവുന്നതല്ലേ. മോളെ, നീ ചെയ്തത് അഭിനന്ദനം അറിയിക്കുന്ന വലിയ കാര്യമല്ലേ. എന്നിട്ടെന്തിനാ അത് ചെയ്തത് ആ പെണ്ണാണെന്ന് പോലീസിനോടും മീഡിയയോടും പറഞ്ഞത്? ശ്രേയ നമ്മളെയൊക്കെ ശത്രുക്കളായിട്ടല്ലേ കാണുന്നേ. എന്നാ നമ്മൾ അവളെ കാണുന്നത് അങ്ങനെയല്ലെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ. അതുകൊണ്ട് എന്ത് മാറ്റം ഉണ്ടായി? അവൾക്കൊരു മാറ്റം ഉണ്ടായാലോ? മാറ്റോ? ആ പെണ്ണിനോ? ഒരിക്കലും ഉണ്ടാവില്ല. അവളുടെ മനസ്സിൽ നന്മ എന്നൊന്ന് ഇല്ല മോളെ. ഒരിക്കലും അലിയാത്ത മനസ്സുള്ളൊരു പെണ്ണിനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. അവളുടെ വാശിയും ലക്ഷ്യവും നേടിയെടുക്കാൻ മറ്റാരുടെയും ജീവൻ ബലി കൊടുക്കാൻ പോലും അവൾ തയ്യാറാവും. ശ്രേയയില് മാറ്റം ഉണ്ടാവാൻ വേണ്ടി ശ്രമം നടത്തുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. നീ അവൾക്ക് വേണ്ടി ചെയ്തതൊക്കെ നിനക്ക് തന്നെ തിരിച്ചടിയായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നീ സൂക്ഷിച്ചോ. ഒന്നും ഉണ്ടാവില്ല അക്കുച്ചേട്ടാ. അവളുടെ മനസ്സിൽ നമുക്കെതിരെ എന്ത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. എല്ലാം മോളുടെ വിശ്വാസല്ലേ. നടക്കട്ടെ. ഞങ്ങളായിട്ട് ഒന്നിനും തടസ്സം നിൽക്കുന്നില്ല അല്ല മോനെ. മോളെ, പൊന്നു, എന്റെ മോളെ, നീ ഈ തറവാടിന്റെ അഭിമാനമാ. ആ, മേഡം താങ്ക്സ്. എന്റെ അനിയത്തെ രക്ഷിച്ച് ചേർത്ത് നിർത്തിയില്ലേ. ഈ വീട്ടിൽ ഇനി മേഡമാണ് സ്റ്റാർ. ഞങ്ങളുടെ നായിക, വണ്ടർ വുമനെ പോലെ. ടിവിയിൽ കണ്ടപ്പോ ഞങ്ങൾ ആദ്യം ഞെട്ടിപ്പോയി ശ്രേയ. വിശദമായി വാർത്ത കണ്ടപ്പോ ശ്രേയയുടെ ധൈര്യവും സാമർഥ്യവും ഞങ്ങൾക്ക് മനസ്സിലായി.
ബാണം കരാട്ടെ കുങ്ഫു അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ?